ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് സിനിമകളിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച ഒരു വ്യക്തിയാണ് തിരൂരിൽ നിന്നും. അജേട്ടാ, ഇതാണ് നമ്മുടെ അജേട്ടൻ. നമസ്കാരം. അജേട്ടൻ നമസ്കാരം. അജേട്ടൻ ഒരുപാട് സിനിമകളിലും ഷോർട്ട് ഫിലിമിലൊക്കെ ഒരുപാട് തവണ അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ ഷോർട്ട് ഫിലിമിലൊക്കെ അദ്ദേഹം ഒരുപാട് മുഖം കാണിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ട്. ഓട്ടോ ഓടിക്കുമായിരുന്നു അന്നല്ലേ ചേട്ടാ? അല്ലേ? എത്ര വർഷം ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നു? ഒരു 26 കൊല്ലം ഓട്ടോറിക്ഷ ഓടിച്ചത്. ഇപ്പോൾ ഒരു 6 കൊല്ലമായിട്ട് ഈ രോഗം വന്നിട്ട് കുറേ ബുദ്ധിമുട്ടിലായി. ഇപ്പോൾ ഈ ലെവൽ വരെ എത്തി. നമ്മുടെ സമീർ ഒരു 10 കൊല്ലം ലോയക്കാരാണ്. നമ്മൾ ഷോർട്ട് ഫിലിമിൽ എടുക്കുന്ന സമയത്താണ് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന്. നമ്മളെ അജേട്ടനെ പരിചയപ്പെടുന്നത് അല്ലേ? അതെ. പൊന്നാനിൽ വന്നിട്ട് പിന്നെ തിരൂരിൽ നിന്നാണ് ആദ്യം പരിചയപ്പെടുന്നത്, ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. 2016 അല്ലേ? മഹാദാനം എന്ന ഒരു ഷോർട്ട് ഫിലിമിലാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് സിനിമകളിൽ മുഖം കാണിച്ചിരുന്നു അല്ലേ? അത് തുടങ്ങി പിന്നെ അവസരങ്ങൾ ഒരുപാട് വന്നു. 5 ഷോർട്ട് ഫിലിമോ 3 സിനിമ, മൂന്നെല്ലാം 5 ഇപ്പോൾ 2026 റിലീസായ പുറത്തു കൂടി ഞാൻ ഉണ്ടായിരുന്നു. 2026 ഏതാണ്? 2026 കനോലി ബാൻഡ് സെറ്റ്. അതിലുണ്ടല്ലേ? കനോലി ബാൻഡ് സെറ്റ് ഉണ്ട്. പിന്നെ ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്. അത് പൊന്നാനിയിലും ഭാഗങ്ങളാണ് കൂടുതൽ ഷൂട്ട് നടന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഖാദർ സാഹിബിൻ്റെ പായ്ക്കപ്പലിലും അഭിനയിച്ചിട്ടുണ്ട്. നല്ല നല്ല ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്, ഓരോ കഥാപാത്രങ്ങളായിട്ടല്ലേ. അതിനൊക്കെ എപ്പോഴാണ് അസുഖം? 2020 ഡിസംബറിൽ തുടങ്ങിയതാണ്. എന്താണ് ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയത്? ബുദ്ധിമുട്ട് കീമോ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞതാണ്. എത്ര കീമോ ചെയ്ത്? കീമോ 36 കീമോ അല്ലേ? 26 റേഡിയേഷൻ. എവിടെ നിന്നാണ് ചെയ്തിരുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അതിൽ നമ്മൾ നാട്ടുകാർ സഹായവും ഞങ്ങളുടെ തൊഴിലാളി സഹായവും മാധ്യമപ്രവർത്തകരുടെ സഹായവും സിനിമാ മേഖലയിലുള്ള എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെയ്തു. ഇപ്പോൾ ഇവിടെ വാടകയ്ക്കാണല്ലോ താമസം? വാടക, ഫാമിലിയായിട്ട് വാടക താമസം. 2020 മുതൽ അവസരങ്ങൾ ഒരു ദിവസം കൊണ്ട് ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഷൂട്ടിക്ക് പോകുന്ന കാലഘട്ടങ്ങൾ വന്നു. അപ്പം തന്നെ ഞാൻ മനസ്സിലെ കണക്കൂട്ടി, ഇത് ആളി കത്തുന്നില്ല, എവിടെ എത്താൻ പോകുന്ന അറിയില്ല. ഇതെന്താ വെച്ചാൽ ഒരു കലാകാരന്മാർക്കുള്ള ഒരു സാപമാണ്. കുറച്ച് നിലയ്ക്ക് പച്ചക്കറി പിടിക്കുന്ന സമയത്ത് ദൈവം അതോടുകൂടി അവിടെ സ്റ്റോപ്പാക്കും. എല്ലാവർക്കും അങ്ങനെ അല്ല കേട്ടോ. അതാണ് നക്ഷത്രം എന്ന് പറയുന്നത്. വലിയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ സിനിമയിൽ വന്ന് ലാസ്റ്റ് രോഗം വന്ന് അവരെ ശ്രദ്ധിക്കാവുന്ന ആളില്ലായിട്ട്, എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള സമയത്ത് എല്ലാവരും വന്ന് നമ്മളെ കാണും. അസുഖം വന്നു കഴിഞ്ഞാൽ പോരാട്ടാൽ മാറിപ്പോവും. അത് ഈ മേഖലയിലില്ല, ഏത് മേഖലയായാലും അത് അവരെ പറഞ്ഞൊരു കാര്യമില്ല. അതേ മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. പിന്നെ ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഖാദർ സാഹിബ് വന്നിരുന്നു. അവരെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്തു, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പിന്നെ പേര് പറയാത്ത ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തിയാണ്. പിന്നെ എന്താ വെച്ചാൽ എത്രയും കാലം ഇതുവരെ ഞാൻ ജീവിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നെവറാണ് ജീവിതത്തിലെ. ഇതൊക്കെ ഒരു ഭാഗമാണ്. ഇപ്പം 6 വർഷമായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സ് എന്താണ് ദൈവത്തിനാണ് അറിയും. ഏകദേശം ക്ലൈമാക്സ് എത്താറായിരിക്കുന്നു. അതെ, നമ്മുടെ എല്ലാവരുടെ ക്ലൈമാക്സും
ദൈവത്തിൻ്റെ എത്ര കയ്യിലാണ്. ഉണ്ട്? അതെ അതെ നമ്മളൊരു കണക്ക് കൂട്ടു, അതെ. അത് മേലുള്ള സംവിധായകൻ ഉം. പെട്ടെന്ന് ക്ലൈമാക്സ് തീരുമാനിച്ചിട്ട് ആരോടൊന്നും പോലെ പടം റിലീസായി പോകും. ഉം, ഉം, ഉം. അങ്ങനെയാണ് ജീവിതം. എന്നാലും ആ ചേട്ടാ, നമുക്ക് ഒരുപാട് പേര് ഇനിയും കാണാൻ വേണ്ടി അജേട്ടനെ കാണാൻ വേണ്ടി വരണം. നമ്മളുടെ അജേട്ടനെ തീർച്ചയായിട്ടും അല്ലാതെ ചേർത്ത് പിടിക്കണം അദ്ദേഹത്തിന്. വാടക വീട്ടിലാണ് താമസം, കീമോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അസുഖവുമായി ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമുള്ളവർ, അദ്ദേഹത്തിനെ കാണാൻ താല്പര്യമുള്ളവർ, അദ്ദേഹത്തിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അത് അദ്ദേഹത്തിൻ്റെ നമ്പറാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ വിളിക്കുക. തിരൂരിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി വീണ്ടും രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.